നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുറച്ചു കഴിഞ്ഞ് ഈ വീട് ഭസ്മമാവും. എന്നാ നമുക്കിറങ്ങാം. ഇറങ്ങാമേ. എല്ലാം എടുത്തല്ലോ, നമുക്ക് പോവാം. സർ, നമുക്ക് ഇപ്പൊ പോണോ സർ? അതെന്താ താൻ അങ്ങനെ ചോദിച്ചത്? നമുക്ക് ഇവിടെ കുറച്ച് ദിവസം കൂടി താമസിച്ചിട്ട് പോയാ പോരെ സർ? എനിക്കിവിടെ താമസിച്ച് മതിയായില്ല. ഇനി ഇവിടെ നിൽക്കാനോ? അതെ, ഓഫീസ് കാര്യങ്ങളൊക്കെ അവിടെ ആകെ തകിടം മറിഞ്ഞു കിടക്കുകയല്ലേ. ഇപ്പൊ തന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ദിവസം എത്രയായി? ഇനിയും വൈകി അതൊരു പ്രശ്നമാവും. അത് ബിസിനസിനെ ബാധിക്കും. നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. സർ, നമ്മളിവിടെ വന്നതിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ. അത് സാധിച്ചില്ലല്ലോ സർ. ഉദ്ദേശമോ? എന്തുദ്ദേശം? അമ്മേ, നമ്മളിവിടെ വന്നത് ഗായത്രി അമ്മയുടെ ഓർമ്മയ്ക്കായി പൂജ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, പിന്നെ ഗായത്രി അമ്മയുടെ വിരലടയാളം കൂടി കണ്ടെത്തണമെന്ന് കരുതിയ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ആ വിരലടയാളം കിട്ടിയെങ്കിലല്ലേ മാജിക് ബോക്സിനുള്ളിലെ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ. ആ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ അമ്മയെ കൊന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ, ആ കൊലപാതകത്തെക്കുറിച്ചുള്ള തെളിവുകൾ, അതൊന്നും അറിയാൻ കഴിയില്ലല്ലോ. എന്നിട്ട് നിങ്ങളതിവിടെ അന്വേഷിച്ചോ? തിരഞ്ഞു. എല്ലായിടത്തും തിരഞ്ഞിട്ടും കിട്ടിയില്ല അല്ലേ? ഇല്ല. ഒരു സാധനം ഉള്ളിടത്ത് തിരഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ഇല്ലാത്തടത്ത് തിരഞ്ഞ അതെങ്ങനെയാ കിട്ടുന്നത്? ഈ വീട് മുഴുവൻ തിരഞ്ഞിട്ടും ആ വിരലടയാളം ഇവിടെ ഇല്ലെങ്കിൽ അതിനി ഇവിടെ കാണുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? മോനെ വിശാൽ, ഗായത്രി ദേവിയുടെ വിരലടയാളം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് ഇതിനു മുമ്പ് കിട്ടുമായിരുന്നു. അല്ലെങ്കിലും വർഷം 10-20 കഴിഞ്ഞില്ലേ? ഇനി ആ വിരലടയാളം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതില് വല്ല അർത്ഥവുമുണ്ടോ? മോനെ, അതൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അതൊക്കെ കണ്ടെത്താമെന്നുള്ള ഉദ്ദേശത്തോടെ നിങ്ങൾ ഇവിടെ തങ്ങുന്നത് മണ്ടത്തരമാണെന്നേ ഞാൻ പറയൂ. വെറുതെ സമയം പാഴാക്കാന്നല്ലാതെ. അല്ല, അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിനി ഇങ്ങോട്ട് വരാമല്ലോ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇറങ്ങാൻ നോക്ക്. വിപിൻ, പല്ലവി, വാ. ഗോപീട്ട, വാ. പ്രഭാവതി, എടാ വാ. ഗോപീട്ട, വാ. പ്രഭാവതി, വിശാൽ സർ, അമ്മ ഇങ്ങനെ നിർബന്ധം പിടിക്കുമ്പോ എന്ത് ചെയ്യും പാർവതി?
എന്താടാ മോനെ? എന്തിനാ നീ വണ്ടി നിർത്തിയേ? ദാ കണ്ടില്ലേ, ബോർഡ് വീണിരിക്കുന്നു. മോനെ, ഇതൊരു ദുർനിമിത്തമാണെന്നാ എനിക്ക് തോന്നുന്നത്. പ്രതാപ, ഈ ബോർഡ് റോഡിൽ നിന്ന് എടുത്തു മാറ്റിയേ. എന്നിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോവാം. വാ. വേണ്ട, നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശകുനം തീരെ ശരിയായില്ല. അതുകൊണ്ടാ നമ്മുടെ യാത്ര തടസ്സപ്പെട്ടതും. എന്റെ അഭിപ്രായത്തിൽ നമുക്കിനി മുന്നോട്ട് പോകണ്ട. ശ്ശേ. മുന്നോട്ട് പോയാ വേറെ എന്തെങ്കിലും ആപത്ത് വന്നാലോ? നമുക്ക് തിരികെ വീട്ടിലേക്ക് തന്നെ പോവാം. ആ, പാർവതി, നീ എന്ത് പൊട്ടത്തരമായി പറയുന്നേ? ഇതൊരു പഴയ ബോർഡല്ലേ? പഴയ ബോർഡുകളുടെ കുറ്റികളൊക്കെ ദ്രവിച്ചിരിക്കും. ദ്രവിച്ച ഈ ബോർഡുകള് എപ്പോ വേണമെങ്കിലും ഇളകി വീഴും. അതിനൊരു ചെറിയ കാറ്റടിച്ചാ മാത്രം മതി. ഇനിയിപ്പൊ കാറ്റ് പോലും വേണമെന്നില്ല. ഇതിപ്പോ വീണത് കൊണ്ട് നമ്മൾ കണ്ടു. നാളെ ആയിരുന്നെങ്കിലോ? അതുകൊണ്ട് പാർവതി പറയുന്നതില് അർത്ഥമൊന്നുമില്ല. അത് പാർവതിയുടെ മനസ്സിന്റെ അന്ധവിശ്വാസമാണ്. അതൊക്കെ വിട്ടേക്ക് പാർവതി. നമുക്ക് ഇതെടുത്ത് മാറ്റിയിട്ട് മുന്നോട്ട് പോവാൻ നോക്കാം. എടാ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അല്ല, അമ്മ പറഞ്ഞതുപോലെ ഈ ബോർഡ് എപ്പോ വേണമെങ്കിലും വീഴാം. ആ, നമ്മൾ വരുന്നതിന് മുമ്പ് വീഴാം, നാളെയും വീഴാം. ബോർഡ് ദ്രവിച്ചതാ, എല്ലാം ശരിയാ. പക്ഷേ പാർവതി പറഞ്ഞതിനെ അന്ധവിശ്വാസമായി തള്ളിക്കളയാൻ എനിക്കിപ്പോ തോന്നുന്നില്ല. വിശാല് പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.